ടെഹ്റാനിലെ ഗ്രാൻഡ് ബസാറിൽ വ്യാപാരികൾ ആരംഭിച്ച പ്രതിഷേധം അത് ആളിപ്പടർന്ന് 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാൻ കണ്ട മഹാപ്രക്ഷോഭമായി. 4 പതിറ്റാണ്ടിലധികമായി മറുവാക്കില്ലാത്ത മേധാവിത്വമാണ് ഇപ്പോൾ ഇറാന്റെ തെരുവീഥികളിൽ വിചാരണ ചെയ്യപ്പെടുന്നത്. സ്വന്തം ജനത മതാധിഷ്ഠിത ഭരണത്തെ മുൾമുനയിൽ നിർത്തുമ്പോൾ ഇറാനിൽ അടുത്ത നിമിഷം എന്ത് എന്നതാണ് ഉദ്വേഗം. ദൈവതുല്യനായി വാഴ്ത്തപ്പെടുന്ന ആയത്തുള്ള അലി ഖമനേയിയുടെ ചിത്രം. ആ ചിത്രത്തിൽ തീ കൊളുത്തി ചുണ്ടിൽ കടിച്ചുപിടിച്ച സിഗരറ്റിലേക്ക് അവൾ ആ തീ പകരുന്നു. ഒരു ജനതയ്ക്ക് ഭരണകൂടത്തോടുള്ള പകയുടെ കനൽ. ഇറാനിൽ ആ കനൽ ഏറിയും കുറഞ്ഞും എരിയാൻ തുടങ്ങിയിട്ട് 5 പതിറ്റാണ്ടാകുന്നു. ജനുവരി 16, 1979 ഷാ മുഹമ്മദ് റസ പഹ്ലാവി ഇറാനിൽ നിന്ന് നാടുകടത്തപ്പെട്ട ദിവസം. ഇറാനിലെ രാജവാഴ്ചയുടെ മയൂരസിംഹാസനം നിലംപൊത്തിയത് അന്നാണ്. ഇറാന്റെ 2500 വർഷത്തെ രാജവാഴ്ചയുടെ ചരിത്രം കൂടിയാണ് അന്ന് തിരുത്തി കുറിച്ചത്. 50 വർഷത്തിനിപ്പുറം മറ്റൊരു ജനുവരിയിൽ വിലക്കയറ്റവും പണപ്പെരുപ്പവും സാമ്പത്തിക പ്രതിസന്ധിയും അങ്ങനെ ചികിത്സിച്ചു ഭേദപ്പെടുത്താനാകാത്ത വിധം പലതരം അർബുദം പടർന്നു പിടിച്ചൊരു ഭൂമിക പോലെയാണ് ഇന്ന് ആയത്തുള്ള അലി ഖമനേയിയുടെ ഇറാൻ. കടലാസിന്റെ വില പോലുമില്ലാത്ത ഇറാൻ റിയാൽ, കയ്യിലുള്ള റിയാൽ സ്വർണവും ഡോളറുമാക്കി മാറ്റുന്നു ഇറാനിലെ സമ്പന്നർ. ഭക്ഷ്യ സബ്സിഡികൾ എടുത്തു കളഞ്ഞതോടെ പട്ടിണി മാത്രം രുചിക്കുന്ന സാധാരണക്കാർ. എണ്ണക്കിണറുകളുടെ രാജ്യത്ത് പൊള്ളുന്ന വിലയാണ് ഇന്ധനത്തിന്. ഈ നിവൃത്തികേടുകളാണ് 31 പ്രവിശ്യകളിലെ ജനങ്ങളെ അധികാരവർഗത്തിനെതിരെ തെരുവിലിറക്കിയത്. ഈ നിസ്സഹായതയാണ് അവരുടെ രോക്ഷാഗ്നിക്ക് ഇന്ധനമായത്. ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ ആയിരക്കണക്കിന് പേർ കൊല്ലപ്പെട്ടു, 10,000 അറസ്റ്റിലായി. രാജ്യത്ത് ഇന്റർനെറ്റ് സേവനം ദിവസങ്ങളോളം നിശ്ചലമായി. സഹായം എത്തുമെന്ന ട്രംപിന്റെ വാക്കുകൾ പ്രതിഷേധക്കാർക്ക് ആവേശമായി. ഖമനേയി ഭരണകൂടത്തെ കീഴ്മേൽ മറിക്കണമെന്ന പ്രക്ഷോഭകാരോട് ആവർത്തിച്ചുകൊണ്ടിരുന്നു റസ സിറസ് പഹ്ലാവി. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പിന്തുണയോടെ തീവ്രവാദികളാണ് സമരം ചെയ്യുന്നതെന്നാണ് ഇറാൻ ഭരണകൂടം വാദിച്ചത്. അത് ഒരു പരിധിവരെ ശരിയുമാണ്. പ്രതിഷേധക്കാരെ നേരിടാൻ പ്രതിരോധം തീർത്ത സർക്കാർ അനുകൂല പ്രകടനങ്ങളും പകൽ സമയങ്ങളിൽ നടന്നു. അതിന്റെ മുൻനിരയിൽ ഇറാന്റെ മന്ത്രിമാർ തന്നെ അണിനിരക്കുകയും ചെയ്തു. ഏത് നിമിഷവും സൈനിക നീക്കമുണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ നിലനിർത്തി അമേരിക്ക. അങ്ങനെയുണ്ടായാൽ അതേ നാണയത്തിൽ നേരിടുമെന്ന മറുപടി നൽകുകയും ചെയ്തു ഇറാൻ. ഒരു ഘട്ടത്തിൽ രാജ്യം വിടാൻ വരെ പദ്ധതികൾ തയ്യാറാക്കി ഇറാന്റെ പരമോന്നത നേതാവ്. ഏത് വിധേനയും പ്രതിഷേധം അടിച്ചമർത്താനായിരുന്നു ഇറാൻ സർക്കാരിന്റെ ശ്രമം. 800ഓളം പ്രതിഷേധക്കാരെ തൂക്കിലേറ്റാനായിരുന്നു ഇറാന്റെ നീക്കം. അമേരിക്കയുടെ താക്കീതോടെയാണ് ആ നീക്കം ഉപേക്ഷിച്ചത്. പ്രതിഷേധക്കാരെ ആരെയും തൂക്കിലേറ്റാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് പരസ്യമായി പ്രതികരിക്കേണ്ടി വന്നു ഇറാൻ വിദേശകാര്യമന്ത്രിക്ക്. പ്രക്ഷോഭങ്ങളും നേതാക്കളുടെ വാക്പോരും ഒരു വശത്ത് തുടരുമ്പോഴും ചർച്ചകൾക്കുള്ള സാധ്യത തുറന്നിട്ടിരുന്നു ഇറാനും അമേരിക്കയും. ഗൾഫ് അറബ് രാജ്യങ്ങളുടെ ഇടപെടലിൽ ഒടുവിൽ ഇറാനെതിരെ കടുത്ത നടപടിക്ക് ഇപ്പോൾ മുതിരില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കി കഴിഞ്ഞു. മധ്യസ്ഥ ചർച്ചകൾക്ക് റഷ്യയും ചൈനയും സന്നദ്ധത അറിയിച്ചു. ഇറാനിൽ 20 ദിവസം ഇരുട്ടിനെ പകലാക്കിയ പ്രതിഷേധത്തി ഇപ്പോൾ അല്പം കെട്ടടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിന്റെ ആയുസ് എത്രയെന്ന് കാത്തിരിക്കണം. ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറിയത് മുതൽ ഇറാനിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി. അമേരിക്കയും യൂറോപ്പും സാമ്പത്തിക ഉപരോധങ്ങൾ കടുപ്പിച്ച ഇറാനെ ഞെരുക്കിക്കൊണ്ടിരുന്നു. ഈ വരിഞ്ഞുമുറുകലിനിടയിലും ആണവായുധം നിർമ്മിക്കുന്നതിലായിരുന്നു ഇറാന്റെ ശ്രദ്ധ. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയെ വെല്ലുവിളിച്ചു ഇറാൻ. ഒടുവിൽ കഴിഞ്ഞ ജൂണിൽ 12 ദിവസം നീണ്ടുനിന്ന യുദ്ധം. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ആ ആക്രമണം ഇറാനെ എല്ലാ അർത്ഥത്തിലും തളർത്തി. അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും മുൻപാണ് ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ. വർത്തമാനകാലത്ത് മറ്റൊരു വിപ്ലവത്തിന്റെ തീച്ചൂളയിൽ ഇറാൻ എരിയുമ്പോൾ എന്താകും രാജ്യത്തിന്റെ ഭാവി? ഇറാനിൽ ഒരു സൈനിക നടപടിയും ഭരണമാറ്റവും എളുപ്പമല്ലെന്ന് അമേരിക്കയ്ക്കും നിശ്ചയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇറാനുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾക്ക് തീരുവ ഭീഷണി അമേരിക്ക പ്രഖ്യാപിച്ചത്. ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുമെന്ന ഇറാന്റെ മുന്നറിയിപ്പോടെ കരുതലെടുത്തു അമേരിക്കയും.
ഇറാനെതിരെ അമേരിക്കയുടെ സൈനിക നടപടി ഉണ്ടാകുമോ? രാജവംശത്തിലെ ഇളമുറക്കാരനായി വീണ്ടും ഇറാന്റെ മയൂര സിംഹാസനം മോഹിക്കുന്ന റസ പഹ്ലവിക്ക് തൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാകുമോ? വിപ്ലവ നക്ഷത്രം ആയത്തുള്ള അലി ഖമനേയി 86-ാം വയസ്സിൽ ഈ പ്രതിസന്ധിയും മറികടക്കുമോ? എന്തായാലും അമേരിക്കൻ സൈനിക കപ്പലുകൾ ഇറാന്റെ വിളിപ്പാടകലെ നങ്കൂരമിട്ടിട്ടുണ്ട്. എന്തും നേരിടാൻ തയ്യാറായി ഇറാന്റെ മിസൈലുകളും.